ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നത് നമ്മുടെ മലയാളത്തിൽ തന്നെ ഏറ്റവും ബ്രൂട്ടൽ ആയിട്ടുള്ള മൂവി, അതെ, മാർക്കോ. അവർ പറയുന്ന പോലെ തന്നെ ബ്രൂട്ടാലിറ്റിയുടെ എക്സ്ട്രീമാണ് ഈ മൂവി എന്ന് പറയുന്നത്. അതിനെപ്പറ്റി പറയാൻ വേണ്ടിയാണ് ഞാൻ ഇന്നിപ്പോൾ പോയി കണ്ടു വന്ന അതേ സ്പീഡിൽ തന്നെയാണ് നിങ്ങളുടെ ഇപ്പോൾ വീഡിയോ ചെയ്യുന്നത് കേട്ടോ. എന്റെ പൊന്നെ, എന്നാ ബ്രൂട്ടാലിറ്റി, എന്നാ വയലൻസ് ആണ് ഈ മൂവിയിൽ എന്ന് പറയുന്നത്. നമ്മൾ വിചാരിച്ച ഏറ്റവും വലിയ വയലൻസ് ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ മൂവി വരാൻ പോണ റോളക്സ് ആയിരിക്കും. പക്ഷെ റോളക്സിനെക്കാളും കടത്തി വെട്ടുന്ന ഒരു വയലൻസ് തന്നെയാണ് കേട്ടോ മാർക്കോ ഈ മൂവി കാണിക്കുന്നത്. ഒരു രക്ഷയില്ലാത്ത വയലൻസ്. ഈ സിനിമയ്ക്ക് എ സർട്ടിഫിക്കറ്റ് കൊടുത്തത് എന്തിനാന്ന് ഞാൻ ആദ്യം ആലോചിച്ചിരുന്നു. ഇപ്പൊ സിനിമ കണ്ടു കഴിയുമ്പോൾ മനസ്സിലായി ഈ വയലൻസിന് തന്നെയാണ് ഇതിന്റെ എ സർട്ടിഫിക്കറ്റ് കൊടുത്തിരിക്കുന്നത് എന്നുള്ളത്. ഈ എ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിനിടയ്ക്ക് സെൻസർ ബോർഡ് എത്രത്തോളം സീൻസും ബാക്കിയുള്ളതൊക്കെ കട്ട് ചെയ്തു എന്നുള്ളത് എനിക്ക് അറിയില്ല. പക്ഷെ വളരെ നല്ലൊരു മൂവി. BGM ഒക്കെയാണ് ചെയ്തിരിക്കുന്നത്, വളരെ മനോഹരമായിട്ട് തന്നെ ചെയ്തിരിക്കുന്ന BGM ഒക്കെ. അതേപോലെ ഉണ്ണിമുകുന്ദന്റെ ആക്ടിങ് ഒരു കുറവും പറയാൻ പറ്റുന്നില്ല കേട്ടോ. അത് അടിപൊളി ആക്ടിങ് തന്നെയാണ് ഉണ്ണിമുകുന്ദൻ കാഴ്ചവെച്ചിരിക്കുന്നത്. ചിലയിടങ്ങളിൽ കുറച്ച് ഡയലോഗ് ഡെലിവറിയുടെ കുറച്ച് ഇതുണ്ടെങ്കിൽ ഫസ്റ്റ് ഹാഫിൽ ആ ലാഗ് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിലും, പക്ഷെ ബാക്കിയുള്ള ഇടങ്ങളിലെല്ലാം അടിപൊളിയായിട്ട് തന്നെ പുള്ളി ചെയ്തു. അതേപോലെ വില്ലന്മാര്, എന്റെ പൊന്നോ, ഈ ഇന്ത്യൻ സിനിമയിൽ ഇങ്ങനത്തെ ബ്രൂട്ടൽ ആയിട്ടുള്ള വില്ലന്മാരുണ്ടോ എന്ന് തന്നെ എനിക്ക് ഡൗട്ട് ഉണ്ട്. അമ്മാര് ബ്രൂട്ടാലിറ്റിയാണ്, വയലൻസ് ആണ് ഈ സിനിമയെ കാണിക്കുന്ന വില്ലന്മാർ കേട്ടോ. അത്രയ്ക്ക് ഇത് അവരെ കടത്തിവെട്ടുന്നൊരു വില്ലൻ എന്ന് പറഞ്ഞാൽ തന്നെയാണ് മാർക്കോ. ഡെവിൾ എന്ന് വേണമെങ്കിൽ പറയാം. ഇത് ഞാൻ ഒരു ആഗ്രഹമുണ്ട്, നമ്മുടെ LCU ലോകേഷ് കനകരാജിന്റെ ലിയോയും റോളക്സും പിന്നെ ഈ മാർക്കോയും കൂടെ ഒന്നിച്ചൊരു ക്യാരക്ടേഴ്സ് വന്ന് അതിനെതിരെ വേറെ നല്ല ക്യാരക്ടേഴ്സും വന്നൊരു കോംബോ വന്നു കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും എന്ന് തന്നെ എനിക്ക് ചിന്തിക്കാൻ പറ്റില്ല. അത്രയ്ക്ക് നല്ല വയലൻസ് ഉള്ളൊരു ക്യാരക്ടറാണ് കേട്ടോ മാർക്കോ എന്ന് പറഞ്ഞാൽ. നമ്മുടെ മിഖേൽ സിനിമയെ കണ്ടിട്ടുണ്ടാവും വില്ലനായിട്ട് വരുന്ന മാർക്കോ. പക്ഷെ ആ മാർക്കോയുടെ ഒരു ഹീറോയിസമാണ് നമുക്ക് ഈ സിനിമയെ കാണാൻ പറ്റുന്നത്. എങ്ങനെയാണ് മാർക്കോ അത്രയും വില്ലനായി എന്നുള്ളതിന്റെ ഒക്കെ ഒരു വില്ലനിസം വന്നു എന്നുള്ളതിന്റെ ഒരു തെളിവ് തന്നെയാണ് ഈ മൂവി. ഹനീഫ് അദാനിക്ക് ഒരു ഹാറ്റ്സ് ഓഫ്. മലയാള സിനിമയിൽ ഇത്രയും വലിയ വയലൻസ് ഉള്ള ഒരു മൂവി ഇറക്കാൻ പറ്റുമെന്ന് ഞാൻ ഇന്നേ വരെ ചിന്തിച്ചിട്ടില്ല കേട്ടോ. അത്രയ്ക്ക് വയലൻസ് ഉണ്ട്, അത്രയ്ക്ക് ഇതുകൊണ്ട്. പിന്നെ ഒരു കാര്യം, നല്ല ഹൃദയത്തിന് കട്ടിയുള്ളവർ, മനസ്സിന് കട്ടിയുള്ളവർ മാത്രമേ ഈ സിനിമ പോയി കാണാവുള്ളൂ. സെക്കൻഡ് ഹാഫിലുള്ള വയലൻസ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കൊക്കെ തന്നെ കണ്ടിരിക്കാൻ പറ്റുമെന്ന് തന്നെ തോന്നുന്നില്ല. കാരണം അമ്മാതിരിയുള്ള വയലൻസുകളും പിന്നെ ഓരോ ഫൈറ്റ് സീക്വൻസുകളൊക്കെ അത്രയ്ക്ക് നല്ല മനോഹരമായിട്ട് തന്നെയാണ് അവർ ചെയ്തു വെച്ചിരിക്കുന്നത്. ആക്ഷൻ കൊറിയോഗ്രഫി ഒക്കെ വളരെ ചെറിയ ഒരു സ്റ്റോറിയിൽ നിന്നും ഇത്രയ്ക്കും വയലൻസ് ഉള്ള ഒരു മൂവി, ഒരു പാൻ ഇന്ത്യൻ മൂവിക്ക് പറ്റിയ കണ്ടന്റ്, പാൻ ഇന്ത്യൻ മൂവി തന്നെ എന്ന് പറയാം. എന്താ പറയണ്ട, മൊത്തത്തിൽ ഒരു ആക്ഷൻ പാക്ഡ് മൂവിയാണ് കേട്ടോ ഇത്. നല്ല അടിപൊളി മൂവി. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മനസ്സിന് കട്ടിയുള്ളവർ മാത്രം പോയിരുന്ന് കാണുക. ഫസ്റ്റ് ഹാഫ് നിങ്ങൾക്ക് ചിലപ്പോൾ എനിക്ക് ചെറിയൊരു ലാഗ് ഫീൽ ചെയ്തു, പക്ഷെ അത് ആ സ്റ്റോറി ബിൽഡ് ചെയ്യാനുള്ള ഇതായിരുന്നു കേട്ടോ. സെക്കൻഡ് ഹാഫിൽ അങ്ങ് വെടിക്കെട്ടെന്ന് തന്നെ, വെടിക്കെട്ടിന്റെ അപ്പുറത്തെ വെടിക്കെട്ട്. തൃശ്ശൂർ പൂരം ഒന്നുമല്ല, അതിന്റെ അപ്പുറം. നമ്മൾ റോളക്സിനെ കമ്പയർ ചെയ്ത് റോളക്സിന്റെ ചേട്ടനാണ് മാർക്കോ എന്ന് വേണമെങ്കിൽ പറയാം. ലിയോയുടെയും റോളക്സിന്റെ ഒക്കെ ചേട്ടനാണ് മാർക്കോ എന്ന് വേണമെങ്കിൽ പറയാം. അമ്മാരി ഒരു ക്യാരക്ടറെ ബിൽഡപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഹനീഫ് അദാനി. മലയാള സിനിമ, നമ്മള് തെലുങ്ക് സിനിമയും കന്നഡ സിനിമയും പിന്നെ തമിഴ് സിനിമയിലൊക്കെ കണ്ടു കാണും എന്തുമാത്രം ആക്ഷൻ പാക്ഡ്. ലിയോയും റോളക്സും KGF റോക്കി ഭായിയും പിന്നെ സലാറിലെ പ്രഭാസിന്റെ അഭിനയം ഒക്കെ നമ്മൾ കണ്ടു കാണും. പക്ഷെ ആ ക്യാരക്ടേഴ്സിനെയൊക്കെ കടത്തി വിട്ടുന്ന ഒരു ക്യാരക്ടർ മലയാള സിനിമയിൽ നിന്ന് തന്നെ ഇന്ത്യൻ സിനിമാ ലോകത്തേക്ക് ഇന്ത്യൻ സിനിമാ ലോകത്തേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുകയാണ് ഹനീഫ് അദാനി മാർക്കോയിലൂടെ. നമുക്കൊരു ഇന്ത്യൻ സിനിമയിലിട്ടൊരു നാഴികക്കല്ല് മലയാളം മൂവി ഇൻഡസ്ട്രി ഇട്ടുകൊടുക്കുന്ന ഒരു ക്യാരക്ടർ തന്നെയാണ്. മസ്റ്റ് തിയേറ്ററിക്കൽ വാച്ച്, എന്നാൽ തിയേറ്ററിൽ കാണേണ്ട അടിപൊളി ഒരു സിനിമ തന്നെയാണ്. അതേപോലെ അതിന്റെ വീഡിയോഗ്രാഫി, BGMs ഒന്നും ഒരു തെറ്റും പറയാനില്ലാത്ത രീതിയിലുള്ള BGMs. ആ ഫൈറ്റ് സീക്വൻസിലുള്ള ഓരോരോ BGMs അത്രയ്ക്ക് കിട്ടിലുമായിട്ട് തന്നെ. പിന്നെ ട്രാൻസ്പോർട്ടർ മൂവിയിലുള്ള ഒരു തരം ഫൈറ്റ്, സ്റ്റെയർ കേസിൽ കയറിയിട്ടുള്ള ഒരു ഫൈറ്റ് ഉണ്ട് കേട്ടോ. അതും നമ്മുടെ കൊച്ചിയുടെ ബാക്ക്ഗ്രൗണ്ട്, ഫോർട്ട് കൊച്ചിയുടെ ബാക്ക്ഗ്രൗണ്ടിൽ ആ ഫൈറ്റ് സീക്വൻസ് നടത്തി അങ്ങനെ, അതൊക്കെ നല്ല അടിപൊളി ഫൈറ്റ് സീക്വൻസ് തന്നെയായിരുന്നു കേട്ടോ. നിങ്ങൾ എല്ലാവരും മസ്റ്റ് ആയിട്ട് തിയേറ്ററിൽ പോയി കാണേണ്ട ഒരു സിനിമ തന്നെയാണ് ഇത്. ഇത്രയ്ക്ക് വയലന്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറിനെ മലയാള സിനിമ ഇൻട്രൊഡ്യൂസ് ചെയ്യുക, അല്ലെങ്കിൽ മലയാള സിനിമയിൽ ഇങ്ങനെ ഒരു വയലൻസ് ഉള്ള സിനിമ ചെയ്യാൻ പറ്റുമെന്ന് തന്നെ നമ്മൾ ചിന്തിച്ചിട്ടുണ്ടാകത്തില്ല. കാരണം നമ്മളെ എല്ലാ കഥകളും ഫാമിലി ഓറിയന്റഡും ബാക്കിയുള്ളതൊക്കെ ആയിട്ടായിരിക്കും. പക്ഷെ ഇത് ഫാമിലി ഓറിയന്റഡ് ആയിട്ട് നിന്ന് എന്ന് പറഞ്ഞാൽ കുടുംബകഥയിൽ നിന്ന് ഒരു വയലൻസ് ക്യാരക്ടർ, ഇത്രയ്ക്ക് വയലൻസ് ആയിട്ടുള്ളൊരു ക്യാരക്ടറിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുമെന്ന് മലയാള സിനിമ ഇപ്പോഴാണ് നമുക്ക് കാണിച്ചത്. അത് തെന്നിന്ത്യൻ സിനിമ, ഇന്ത്യൻ സിനിമാ ലോകത്തിന് തന്നെ ഒരു വിസ്മയമായിട്ട് തന്നെ മാറാം ഈ ക്യാരക്ടർ. അത്രയ്ക്ക് ഹൈ പാക്ഡ്, ഹൈ വോൾട്ടേജ് ക്യാരക്ടറാണ് കേട്ടോ മാർക്കോ ഇതിനകത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. ഒരു ഞാൻ പറഞ്ഞല്ലോ, LCUയിലെ നമ്മുടെ ലിയോയും റോളക്സും മാർക്കോയും കൂടെ ചേർന്നൊരു വില്ലനിസം വന്നു കഴിഞ്ഞുണ്ടല്ലോ, അതിനെ
ഒരു രക്ഷയില്ലാത്ത വില്ലന്മാരായിരിക്കും അവർ മൂന്നുപേരും കൂടെ ഒന്നിച്ച് കഴിഞ്ഞാൽ. അതിൽ ഒരു പടി മുന്നിൽ തന്നെ ചിലപ്പോൾ മാർക്കോ നിൽക്കും. അമ്മാര് വില്ലനിസം ഉണ്ട് മാർക്കോയുടെ കയ്യിൽ. അപ്പം നിങ്ങൾ എല്ലാവരും പോയി കാണുക. വില്ലനായിട്ടുള്ള ഒരു ഹീറോ അതാണ് മാർക്കോ. അപ്പം നിങ്ങൾ എല്ലാവരും പോയി ഈ सिनेमा എന്തായാലും थिएटर തന്നെ കാണണം കേട്ടോ. हाय फ्रेंड्स, आज मैं आया हूँ आप लोगों को बताने के लिए इंडिया का मोस्ट वायलेंट मूवी. आप लोग सोचे होगा किल करके हॉलीवुड बॉलीवुड मूवी है सबसे बड़ा वायलेंट मूवी है, लेकिन अभी मलयालम में एक मूवी आया हुआ मार्को करके. उसका सेकंड हाफ में जितना वायलेंस दिखा रहा है वो वायलेंस किसी मूवी में भी आया नहीं होगा. वैसा वाला वायलेंस है. आप लोग देख लो, जाकर देख लेना. आपको मस्त थिएट्रिकल वॉच मूवी है ये. जरूर आप एनिमल वगैरह मूवी देखा होगा, लेकिन उसका वायलेंस इसका सामने कुछ भी नहीं है. उससे भी बड़ा वाला वायलेंस है इस मूवी में. आप जाकर देख लो, तभी तो आप जो किसको मूवी देखकर उसका वायलेंस देखकर बिना आग खुला होकर देख सकता है वही जाना है मूवी देखने के लिए. दूसरा कोई भी जो जिसका हार्ट नरम है वो नहीं जाना, क्योंकि सेकेंड हाफ में जो वायलेंस दिखा रहा है उसी वायलेंस में आप लोग भी आग में आंसू आ जाएगा. वैसा वाला वायलेंस है. और जिसका हार्ट इतना नरम है उन लोगों को वो आग बंद करके ही देखना पड़ेगा. वैसा वाला वायलेंस है इस मूवी में. हर फाइट सीक्वेंस और हर सीक्वेंस देखा तो आपको वायलेंस का एक्सट्रीमिटी दिखेगा इसमें. वैसा वाला मूवी. एक हीरो कैरेक्टर इतना विलनिज्म या इतना वायलेंस दिखा सकता करके कोई भी मूवी में आप लोग देखा नहीं होगा. आप लोग देखा होगा साउथ इंडिया में जो विक्रम मूवी में लास्ट जो आ रहा रोलेक्स, ये रोलेक्स का भी भाई है, बड़ा बाप है करके बोल सकते हैं. वैसा वाला मूवी है. एक बार आप जाकर देख लो मार्को को आप लोग पसंद आ जाएगा तो जरूर कमेंट में दिख लेना. कमेंट कर देना कमेंट बॉक्स में. और ये मार्को मूवी आपको जरूर पसंद भी आएगा. ये मस्त थिएट्रिकल वॉच मूवी है. आप इसका बीजीएम वगैरह आपको जरूर पसंद आए. फर्स्ट हाफ थोड़ा लैग लगेगा, लेकिन सेकंड हाफ में इतना फेस जाएगा, इतना बॉम्ब फटेगा वो आप सोचेगा भी नहीं है. वैसा वाला मूवी है. आप जरूर जाकर देख लेना ये मूवी.